ഗാസ ഞാനിങ് എടുക്കുക. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഈ പ്രഖ്യാപനത്തിൽ ശരിക്കും കുടുങ്ങിപ്പോയിരിക്കുന്നത് അറബ് രാജ്യങ്ങളാണ്. ഗാസയിലുള്ളവരെ അറബ് രാജ്യങ്ങളിലേക്ക് മാറ്റി പാർപ്പിക്കണമെന്നാണ് ലോക പോലീസിന്റെ ആവശ്യം. ഗാസയിലുള്ളവരൊക്കെ ഒന്ന് പോയി കിട്ടിയിട്ട് വേണം അതൊരു സ്വർഗമാക്കാൻ. ശരിയായ രീതിയിൽ പുനർനിർമ്മിച്ചാൽ ഗാസ മൊണോക്കോയേക്കാൾ മികച്ചതാകുമെന്നാണ് കഴിഞ്ഞ വർഷത്തെ ഒരു റേഡിയോ സംഭാഷണത്തിൽ ട്രംപ് പറഞ്ഞത്. അപ്പോൾ ട്രംപ് പറഞ്ഞ ഈ മൊണാക്കോ വൻ സംഭവമായിരിക്കുമല്ലേ? ലോകത്തെ സെക്കൻഡ് സ്മോളസ്റ്റ് കൺട്രിയാണ് മൊണാക്കോ. ലോകത്തിലെ സമ്പന്നരുടെ പ്രിയപ്പെട്ട ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ. അതായത് വൻ ലക്ഷറി സെറ്റപ്പ്, കാസിനോസ്, റിച്ച് ലൈഫ് സ്റ്റൈൽ, സൂപ്പർ സീനറീസ്. ഗാസയും മിഡിൽ ഈസ്റ്റിന്റെ മൊണാക്കോ ആക്കാനുള്ള പദ്ധതി ട്രംപിന്റെ തലയിൽ ഇട്ടുകൊടുത്തത് അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ ഒരു മെയിൻ കക്ഷിയാണ്. കഴിഞ്ഞ ടൈമിൽ ട്രംപിന്റെ സീനിയർ അഡ്വൈസറും മിഡിൽ ഈസ്റ്റിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ഇൻചാർജും ഇദ്ദേഹത്തിനായിരുന്നു. ഡൊണാൾഡ് ട്രംപിന്റെ മകൾ ഇവാങ്ക ട്രംപിന്റെ ഭർത്താവും റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരനുമായ ജേർഡ് കുഷ്ണറാണ് കക്ഷി. എന്തായിരിക്കും അമ്മായിയപ്പനും മരുമോനും കൂടി ഗാസയിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന പദ്ധതി? പിന്നെ ശേഷിക്കുന്ന ഇസ്രയേലുകാരെ കൂടി ഹമാസ് മോചിപ്പിച്ചില്ലെങ്കിൽ നരകം പൊട്ടിപ്പുറപ്പെടാൻ പോകുന്നുവെന്നാണ് ട്രംപിന്റെ വാണിംഗ്. ഈ വിഷയങ്ങളെ കുറിച്ചാണ് ഇന്ന് പ്രിയംവദ സംസാരിക്കുന്നത്. വർഷങ്ങളായി യുദ്ധം മൂലം താറുമാറായി കിടക്കുന്ന ഗാസയെ ഏറ്റെടുത്ത് ഒരു സ്വർഗമാക്കുമെന്ന ട്രംപിന്റെ പ്രഖ്യാപനത്തിനു പിന്നിൽ ഒരു ബിസിനസ്സുകാരന്റെ ബുദ്ധിയും ദീർഘവീക്ഷണവും ഉണ്ടെന്നുള്ളത് ഉറപ്പാണ്. തന്റെ മരുമകനായ ജേർഡ് കുഷ്ണറിന്റെ പദ്ധതി പ്രകാരം അമേരിക്കയുടെ നിയന്ത്രണത്തിലുള്ള അന്താരാഷ്ട്ര നിലവാരമുള്ള വാട്ടർ ഫ്രണ്ട് റിസോർട്ട് പണിയുകയാണ് ടിയാന്റെ ലക്ഷ്യം. തന്റെ സ്വപ്നത്തിലുള്ള ഗാസയെക്കുറിച്ച് നേരത്തെ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ ചർച്ചയിൽ ജേർഡ് കുഷ്ണർ മനസ്സ് തുറന്നിരുന്നു. ഗാസയുടെ തീരദേശ സ്വത്ത് വളരെ വിലപ്പെട്ടതാണ്. ടണലുകൾ നിർമ്മിക്കാനും മിലിറ്ററി എയ്ഡിനും വേണ്ടിയാണ് ഇപ്പോൾ ഇൻവെസ്റ്റ്മെന്റുകൾ നടക്കുന്നത്. അതൊരു പാഴ്ചെലവാണ്. പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിയുന്നതുവരെ ഗാസയിലുള്ളവരെ ഇസ്രായേലിന്റെ തെക്ക് ഭാഗത്തുള്ള നെഗവ് മരുഭൂമിയിലേക്ക് മാറ്റി പാർപ്പിക്കണം. ഇതൊക്കെയായിരുന്നു കുഷ്ണറുടെ ഗാസയെക്കുറിച്ചുള്ള സ്വപ്ന പദ്ധതികൾ. ട്രംപിന്റെ ആദ്യ ടൈമിൽ ഫോറിൻ അഡ്വൈസർ ആയിരുന്ന സമയത്ത് UAE, മൊറോക്കോ, സുഡാൻ, ബഹ്റൈൻ തുടങ്ങിയ രാജ്യങ്ങളുമായുള്ള ഇസ്രായേലിന്റെ ബന്ധം മെച്ചപ്പെടുത്തുന്നതിൽ കുഷ്ണർ പ്രധാന പങ്ക് വഹിച്ചിരുന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി അടുത്ത ബന്ധമാണ് കുഷ്ണറിനുള്ളത്. എന്നാൽ മരുമോൻ ഉണ്ടാക്കിയ പദ്ധതിയിൽ നിന്നും കുറച്ചുകൂടി കടന്നാണ് അമ്മായിയപ്പൻ ചിന്തിച്ചിരിക്കുന്നത്. ഗാസയിലുള്ളവരെ അറബ് രാജ്യങ്ങളിലേക്ക് മാറ്റി പാർപ്പിക്കണമെന്നാണ് ട്രംപിന്റെ ആവശ്യം. ജോർദാനിലേക്കോ ഈജിപ്തിലേക്കോ ഗാസയിലുള്ളവരെ മാറ്റണമെന്ന ആവശ്യത്തോട് ഇരു രാജ്യങ്ങളും വിസമ്മതം അറിയിച്ചു. പക്ഷെ ട്രംപ് ആരാ മോൻ? ജോർദാൻ രാജാവുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് മുന്നോടിയായി നടന്ന പത്രസമ്മേളനത്തിൽ ട്രംപ് ഒരു ബ്രഹ്മാസ്ത്രം അങ്ങ് വീശി. ഗാസ നിവാസികളെ ഏറ്റെടുത്തില്ലെങ്കിൽ ജോർദാനും ഈജിപ്തിനും നൽകുന്ന ധനസഹായം അമേരിക്ക കട്ട് ചെയ്യുമെന്ന് ട്രംപ് പറഞ്ഞു. ഒടുവിൽ സമവായം എന്ന നിലയിൽ ഗാസയിലെ രോഗികളായ 2000 കുട്ടികളെ ഏറ്റെടുക്കാമെന്ന് ജോർദാൻ രാജാവ് സമ്മതിച്ചു. ബ്ലൂംബർഗ് ഇക്കണോമിക്സിന്റെ റിപ്പോർട്ട് പ്രകാരം US ധനസഹായം ഏറ്റവും കൂടുതൽ കിട്ടുന്ന 4ാമത്തെയും 5ാമത്തെയും രാജ്യമാണ് ജോർദാനും ഈജിപ്തും. 10,000-കണക്കിന് ആളുകളുടെ മരണത്തിനിടയാക്കിയ ഇസ്രായേൽ പാലസ്തീൻ സംഘർഷത്തിന് ശേഷം ഗാസ നിവാസികളെ ട്രംപ് നിർബന്ധപൂർവ്വം കുടിയിറക്കാൻ തീരുമാനിച്ചാൽ അതുണ്ടാക്കുന്ന പ്രത്യാഘാതം നിലവിലുള്ള വെടിനിർത്തൽ സമാധാന കരാറുകളെയെല്ലാം ബാധിക്കും. 15 മാസത്തെ രക്തച്ചൊരിച്ചിലിനും അശാന്തിക്കും ആശ്വാസമായി ജനുവരി 15-നായിരുന്നു ഇസ്രായേലും പലസ്തീനും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ നിലവിൽ വന്നത്. അതിനെ തുടർന്ന് ഹമാസിന്റെ പക്കലുള്ള 21 ഇസ്രയേലി ബന്ദികളെയും ഇസ്രയേലിന്റെ പക്കലുള്ള 730 പലസ്തീൻ ബന്ദികളെയും മോചിപ്പിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ സംഗതി വീണ്ടും അവതാളത്തിലായിരിക്കുകയാണ്. ഇസ്രയേൽ കരാർ ലംഘനം നടത്തുന്നതായി ആരോപിച്ച് ബന്ദികളെ മോചിപ്പിക്കുന്നത് ഹമാസ് അനിശ്ചിതകാലത്തേക്ക് നീട്ടിയിരിക്കുകയാണ്. ട്രംപ് ഇത് കേട്ട് വെറുതെ ഇരിക്കൂ. വരുന്ന ശനിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കകം ബന്ദികളെ മോചിപ്പിച്ചില്ലെങ്കിൽ നരകം പൊട്ടിപ്പുറപ്പെടുമെന്നാണ് ട്രംപിന്റെ ഭീഷണി. സൈനിക നടപടിയിലേക്ക് കടക്കുമെന്ന് നെതന്യാഹുവും വാൺ ചെയ്തു. ശനിയാഴ്ച എന്തായിരിക്കും സംഭവിക്കുക? ഹമാസ് ട്രംപിന്റെ ഭീഷണിക്ക് വഴങ്ങുമോ, അതോ യുദ്ധത്തിലേക്കുള്ള മടങ്ങിപ്പോക്കായിരിക്കുമോ? ട്രംപിന്റെ തലയിൽ അരുതാത്ത ചിന്തകളൊന്നും തോന്നിപ്പിക്കില്ലേ എന്ന് സർവേശ്വരനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.